ഹായ് മക്കളെ, എല്ലാവരും ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവർക്കും നമ്മളൊരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇതിപ്പോ നമ്മളെ അടുത്ത യാത്രയിലാണ്, ചെന്നൈക്കുള്ള യാത്ര കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോയില് ചെന്നൈയിലെ കാഴ്ചകളായിരിക്കും വരാൻ പോകുന്നത്. ഇപ്പൊ നമ്മള് കിടങ്ങൂരിൽ നിന്ന് കോട്ടയത്ത് പോയിട്ട് അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടുന്ന് ട്രെയിനാണ് പോകുന്നത് കേട്ടോ. കോട്ടയത്ത് ചെന്നൈ വരെ ട്രെയിന്, മറ്റേ ട്രിവാൻഡ്രം മേലുണ്ടല്ലോ, അതിനാണ് പോകുന്നത്. വണ്ടി റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ, പാർക്കിങ്ങിൽ. ഇവർക്ക് കീ കൊടുക്കണമെന്നാണ് പറയുന്നത്. എന്താ വെച്ചാൽ ഇവിടെ ഫുൾ പാർക്കിങ്ങിൽ ഫുള്ളാണ്. വേറെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യണമെങ്കിലേ വണ്ടി ഇടേണ്ടതൊക്കെയുണ്ട്. ആ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ തൊട്ടടുത്ത് തന്നെയാണ് പാർക്കിംഗ് ഏരിയ കേട്ടോ. നമ്മൾ വണ്ടിയെല്ലാം പാർക്ക് ചെയ്തിട്ട് നമുക്ക് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് വന്നു കേട്ടോ. നമ്മുടെ വണ്ടി വരുന്നത് ചെന്നൈ മെയിൽ വരുന്നത് പ്ലാറ്റ്ഫോം നമ്പർ 1-ലാണ്. ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് വേണം പ്ലാറ്റ്ഫോം നമ്പർ 1-ലോട്ട് പോകാൻ. അതുപോലെ നമ്മുടെ കോച്ച് പൊസിഷൻ വരുന്നത് 9 നമ്പറിലാണ് കേട്ടോ. S3 ആണ്. അപ്പോൾ 9-ലോട്ട് അവിടെ നമ്മൾ ഇറങ്ങി വരുന്നിടത്ത് നിന്ന് 9-ലോട്ട് വരാൻ വേണ്ടി കുറച്ച് നടക്കാനുണ്ട്. ഇത്ര ലഗേജും ഉണ്ട്, മടുത്തു പോയി. ഏതായാലും നമുക്കൊരു സീറ്റ് കിട്ടി, അവിടെ ഇരിക്കുവാണ്. ട്രെയിൻ വരാൻ ഒരു 15 മിനിറ്റ് ലേറ്റ് ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ട്രെയിനിന് വേണ്ടി നോക്കി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. വെളിയിലാണെങ്കിൽ നല്ല ചൂടുണ്ട്. ഈവനിങ് ആയെങ്കിലും ഉണ്ടല്ലോ, അത്യാവശ്യം പുഴുങ്ങുന്ന ചൂടുണ്ട് കേട്ടോ. ചൂട് കാരണം ഇരിക്കാനേ വരുന്നില്ല. ഫാൻ ഉണ്ടെങ്കിൽ തന്നെയും ചൂട് കാറ്റാണ് വരുന്നത് കേട്ടോ. കണ്ടോ, പ്രാവിനൊക്കെ ദാഹിച്ചിട്ടുണ്ടോ? ആ പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കുന്നുണ്ടോ? അമ്മാതിരി ചൂടാണ്. ഇപ്പൊ പൊതുവെ എല്ലായിടത്തും നല്ല സമ്മർ ടൈം ആയതുകൊണ്ട് നല്ല ചൂടാണല്ലോ. ഏതായാലും നമ്മുടെ അധികം മുഷിപ്പിക്കാതെ നമ്മൾ ട്രെയിൻ വന്നു കേട്ടോ. അത് 15 മിനിറ്റ് ലേറ്റ് ആയെങ്കിലും ട്രെയിൻ വന്നു. നമ്മൾ S3-ലാണ് കയറേണ്ടത്. S3 9th കോച്ച് പൊസിഷൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ അതുകൊണ്ടാണ് 9-ൽ വെയിറ്റ് ചെയ്യുന്നത്. അവസാനം നമ്മൾ കയറി ഒന്ന് സെറ്റിലായി കേട്ടോ. നമ്മൾ അപ്രൻറ്റീസ് അപ്പർ ബർത്താണ്, ഞാനിപ്പുറത്ത് മിഡിൽ റോയിലുമാണ്. അപ്പോൾ അപ്രൻറ്റീസിന് ജോലി ഉള്ളതുകൊണ്ട് പുള്ളിക്കാർ ജോലി ചെയ്യാനുള്ള സെറ്റപ്പിലാണ്. ട്രെയിൻ പതുക്കെ മൂവാൻ തുടങ്ങി കോട്ടയത്ത് നിന്ന്. അത്യാവശ്യം തിരക്കുമുണ്ട് കേട്ടോ. വർക്കിംഗ് ഡേ ആണെങ്കിലും ഈ ചെന്നൈ മേലൊക്കെ എപ്പോൾ കയറിയാലും തിരക്കാണ്. നമ്മളിപ്പോൾ മീനച്ചിറാറിന് പുറകെയാണ് ക്രോസ് ചെയ്യുന്നത്. അങ്ങനെ മീനച്ചിറാറൊക്കെ കടന്ന് നമ്മൾ ചെന്നൈ യാത്ര തുടരുകയാണ്. എറണാകുളത്ത് എത്തിയപ്പോൾ തന്നെ അത്യാവശ്യം ലേറ്റ് ആയിട്ടോ. 7:45 കഴിഞ്ഞു. ഇനി ഒന്ന് കിടക്കാനുള്ള സെറ്റപ്പ് റെഡിയാക്കണം. രാത്രി സമയത്ത് ഞാൻ പൊതുവെ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഫുഡൊന്നും കഴിക്കാറില്ല. അതുകൊണ്ട് ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ്, വല്ലതും കഴിക്കാനൊന്നുമില്ല. നമ്മൾ ബെണ്ണമെല്ലാം കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. ഇനി സൈഡിൽ ഓവറിൽ ആരും വന്നില്ല. അപ്പോൾ അപ്പറൻറ്റീസിനെ താഴെ എടുത്തിട്ട് ഞാൻ മേലെ കിടന്നു കേട്ടോ. അപ്പോൾ ഗുഡ് നൈറ്റ്, നാളെ കാണാം. ഇപ്പം നേരം കൊടുത്ത് ഏകദേശം ഒരു 6:30 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ചെന്നൈയോട് 6 നമ്മൾ ചെന്നൈ വരെ സെൻട്രലിൽ ഇറങ്ങുന്നില്ല, പെരുമ്പൂർ ഇറങ്ങാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ നിന്നാണെങ്കിൽ അവളുടെ വീട്ടിലോട്ട് എളുപ്പം പോകാം. അവസാനം ഒരു 7:30 കൂടി പെരുമ്പൂർ വന്നിറങ്ങി കേട്ടോ. ഇവിടെ നിന്നൊരു 15-20 മിനിറ്റ്സ് യാത്രയേ ഉള്ളൂ അവളുടെ അപ്രൻറ്റീസിൻ്റെ വീട്ടിലോട്ട്. നമുക്ക് വെളിയിലോട്ട് ഇറങ്ങിയിട്ടേ ഏതെങ്കിലും ഓട്ടോ കിട്ടുവാണെങ്കിൽ ഓട്ടോയിൽ നമുക്ക് പോകാം. നമുക്ക് കുറേ ലഗേജൊക്കെ ഉണ്ട് കേട്ടോ. ഈ വെളിയിലോട്ട് വരുമ്പോൾ തന്നെ ഓട്ടോക്കാരുടെ ഭയങ്കര ശല്യമാണ് കേട്ടോ. ഓട്ടോ വേണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പുറകെ നടക്കും. അത് നമ്മളപ്പോൾ ഈ എണ്ണൻ്റെ വണ്ടിയാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ, വീട്ടിലോട്ട് പോകാൻ വേണ്ടി. ഇതുണ്ടോ അവിടെ മെട്രോ സ്റ്റേഷൻ്റെ ഒക്കെ പണി നടക്കുകയാണ് പെരുമ്പൂരെ. അണ്ണൻ്റെ വണ്ടിയാണ്, ഭയങ്കര പാട്ടും ബഹളമൊക്കെയാണ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. പുള്ളി ഫോണും വിളിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചെന്നൈയിലെ ഒരു ഓട്ടോ യാത്ര നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്തതാണ് കേട്ടോ. വണ്ടർലായിലൊക്കെ പോകുന്ന റൈഡൊക്കെ കയറുന്നൊരു ഫീലായിരിക്കും ചെന്നൈ കൂടെ ഓട്ടോയിലൊന്ന് കയറി കഴിഞ്ഞാൽ. നമ്മൾ പോകുന്ന വഴിക്കെല്ലാം മെട്രോയുടെ വർക്ക് കാണാം കേട്ടോ. ഇപ്പം 3-ാം ഘട്ടമോ 4-ാം ഘട്ടമാണ് മെട്രോയുടെ പണി നടക്കുന്നത്. നമ്മളിപ്പം MR നഗർ മാർക്കറ്റിൻ്റെ അവിടെ എത്തി കേട്ടോ. ഇനി വീട്ടിലോട്ട് കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. വീട്ടിൽ ചുമ്മാ ഇരുന്ന് ബോറടിച്ചപ്പം എന്നാൽ ശരവണ സ്റ്റോർ വരെ പോകാമെന്ന് വിചാരിച്ചു. പാടി ശരവണ സ്റ്റോർ ഇവിടെ അടുത്താണ്. അതുകൊണ്ട് ഒരു അരമണിക്കൂർ ഇല്ലാതെ യാത്രയേ ഉള്ളൂ. പിന്നെ ചെന്നൈ വന്നിട്ട് ഷോപ്പിക്കൊന്നും ചെയ്തില്ലെന്ന് ആർക്കും പരാതി കണ്ടല്ലോ. ഇതാണ് പാടിയിലെ ഫ്ലൈ ഓവർ കേട്ടോ. ചെന്നൈയിലൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ ചെന്നാലും ഫ്ലൈ ഓവർ ഉണ്ടാകും കേട്ടോ. അതുകൊണ്ട് ട്രാഫിക്കൊന്നും വലിയ ബ്ലോക്കുകളോ കാര്യങ്ങളൊന്നും ഇല്ല. നമ്മളിനി ഇതുപോലെ ഈ ഫ്ലൈ ഓവറിന് മേലോട്ട് റൗണ്ടാനും പോലെ ചുറ്റിച്ചെന്ന് അപ്പുറത്തെ സൈഡ് ചാടണം കേട്ടോ. എന്നിട്ടാണ് ശരവണ സ്റ്റോറിൻ്റെ എൻട്രൻസിലോട്ട് പോകുന്നത്. അടിപൊളി വഴിയില്ല നോക്കി, അതിനാ സൂപ്പറായിട്ട് കിട്ടിയേക്കുന്നത് നല്ല റൗണ്ടിൽ. അവിടുന്ന് ഇവിടുന്ന് എല്ലാം ഇതിൻ്റെ മേലോട്ടാണ് ലിങ്ക് തന്നത് കേട്ടോ. താഴെക്കൂടെയും പോകാൻ പറ്റുന്നുണ്ട്, പക്ഷെ അവിടെ സിഗ്നലായിരിക്കും. ചിലയിടത്ത് 1 വേ ആയിട്ടായിരിക്കും അസൈൻ ചെയ്തിരിക്കുന്നത്.
ഇതാണ് ദ ലെജൻഡ് ശരവണ സ്റ്റോഴ്സിൻ്റെ പാടിയിലെ ശരവണ സ്റ്റോറിലെ എൻട്രൻസ് കേട്ടോ. നമ്മൾ ജസ്റ്റ് അകത്തോട്ട് കയറി വന്നു. ഇത് കുറേ നേരം 5-6 നിലയുണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ 5-6 നിലയുണ്ട്. നമുക്കിവിടെ ഒരു ബ്രൗഷർ വന്നു കേട്ടോ. ഈ ബ്രൗഷറിനകത്ത് ഏതൊക്കെ ഫ്ലോറിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പം നമുക്ക് ചുമ്മാ ജെൻസിൻ്റെ സൈഡിലോട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചു. 4th ഫ്ലോറാണ് കാണിക്കുന്നത്. ലിഫ്റ്റിൻ്റെ അവിടെ ആണെങ്കിൽ ഒരു പടക്കമുള്ള ആളുണ്ട്, അതുകൊണ്ട് ലിഫ്റ്റിൽ പോക്ക് നടക്കില്ല. നീ നടന്ന് വേണമെങ്കിൽ പോകാം. നടന്ന് പോകുകയാണെങ്കിൽ ഇവിടെ എസ്കലേറ്റർ വെച്ചിട്ടുണ്ട്. എസ്കലേറ്റർ ആണെങ്കിൽ പെട്ടെന്ന് കയറി പോകാം. അവിടെ സ്റ്റെപ്പ് കയറേണ്ട കാര്യമില്ലല്ലോ. കയറി വന്നപ്പോൾ തന്നെ ലേഡീസിൻ്റെ സെക്ഷനാണ് കേട്ടോ. സാരി ഏതാണ്ടൊക്കെ ഇരിപ്പുണ്ട്. സാരി കളക്ഷനാണെന്ന് തോന്നുന്നു. നമ്മളിവിടെ ഒന്നും നിൽക്കാതെ നേരെ 4th ഫ്ലോർ ഇനി നിൽക്കുള്ളൂ. ഇതാണ് 4th ഫ്ലോറിൽ വന്നത് കേട്ടോ. ജെൻസിൻ്റെ ടീഷർട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് വിചാരിച്ചു. കുറേ കളക്ഷൻസ് ഉണ്ട്. ഈ ഫ്ലോർ ഫുള്ള് ജെൻസിൻ്റെ ഡ്രസ്സുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതുപോലെ ഡ്രസ്സ് ചുമ്മാ ഒരു ബാസ്ക്കറ്റ് പോലെ അത് കൂട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാത്തിനും 100-120 രൂപയൊക്കെ ഉള്ളൂ. ട്രൗസേഴ്സും ടീഷർട്ട്സൊക്കെയാണ്. ഇതാണ് ജീൻസിൻ്റെ കളക്ഷൻസ്. പിന്നെ ഇവിടെ വന്നപ്പോഴത്തേക്കും അടുത്ത ഫ്ലോർ വന്നപ്പോഴത്തേക്കും വാച്ച് കളക്ഷൻസ് ഒക്കെ ഉണ്ട്. വാച്ചിൻ്റെയും കൂളിംഗ് ഗ്ലാസിൻ്റെയും ഒക്കെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. എല്ലാം 100 രൂപ തൊട്ടുള്ള വാച്ചുകളുണ്ട് കേട്ടോ. 100 രൂപ തൊട്ട് നല്ല പ്രീമിയം ആയിട്ടുള്ള വാച്ചുകൾ വരെ ഇവിടെ അവൈലബിൾ ആണ്. ഇത് അടുത്ത ഫ്ലോറാണ് കേട്ടോ. ഇവിടെ ചെപ്പൽസ് മാത്രമേ ഉള്ളൂ. ലേഡീസിൻ്റെ ഉണ്ട്, ജെൻസിൻ്റെ ഉണ്ട്. സെപ്പറേറ്റ് ആണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ശരവണ സ്റ്റോർ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് പാടിയാണ്. പാടി മാത്രമല്ല, ടി നഗറും പിന്നെ ചെന്നൈയുടെ പല ഭാഗത്തായിട്ട് അവർക്ക് ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട് കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡബിൾ റേറ്റിൽ നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. എല്ലാ തരത്തിലുള്ള സാധനങ്ങളും പർച്ചേസ് ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞിട്ട് വെളിയിലോട്ട് വന്നു കേട്ടോ. കുറേ 2-3 ടീഷർട്ട്സും ചെപ്പൽസൊക്കെ വാങ്ങിച്ച് ഇനി ഓട്ടോ ബുക്ക് ചെയ്ത് ഓട്ടോയ്ക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പോൾ ഓട്ടോ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ വീട്ടിലോട്ട് പോയിട്ട് റെസ്റ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ അടുത്ത സ്ഥലത്തോട്ട് പോകണം കേട്ടോ. ചെന്നൈയിലെ ബ്രോഡ്വേയിലെ പെറ്റ് മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അവിടെ സൺഡേസ് മാത്രമേ ഉള്ളൂ അത് ആക്റ്റീവായിട്ടുള്ളൂ. അപ്പം നമ്മൾ അങ്ങോട്ട് പോകണം. അവിടുത്തെ കാഴ്ചകളൊക്കെ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വെച്ച് പോവാണ്. പിന്നെ ഊബറിന് അടുത്ത ഓട്ടോ വിളിച്ചാണ് പോകുന്നത്. ഇതാണ് വ്യാസാർപ്പടി കേട്ടോ. ഇപ്പോൾ വ്യാസാർപ്പടി മാർക്കറ്റിൻ്റെ അകത്തോട്ടാണ് വന്നിരിക്കുന്നത്. വ്യാസാർപ്പടിയൊക്കെ എല്ലാവർക്കും അറിയുമെന്നറിയത്തില്ല. ഒരു കാലത്ത് ഭയങ്കര റൗഡീസൊക്കെ ഊണ്ട് വിളയാടുന്ന സ്ഥലമാണ്. പിന്നെ എൻകൗണ്ടേഴ്സും പിന്നെ അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ് കേട്ടോ. നമ്മളിപ്പോൾ പെറ്റ് മാർക്കറ്റിൻ്റെ അടുത്ത് വന്നു കേട്ടോ. ഇത് സൺഡേസ് മാത്രമേ ഉള്ളൂ പ്രവർത്തിക്കുന്നത് കേട്ടോ. ഇതാണ് പെറ്റ് മാർക്കറ്റ്. ആ സ്ട്രീറ്റിൻ്റെ അകത്തോട്ട് പോകണം. കണ്ടേ, കയറി വരുമ്പോൾ തന്നെ 2 സ്വന്തം പപ്പിക്കുട്ടികളാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇഷ്ടംപോലെ വേറെ ഇരിപ്പുണ്ട്. ലാബിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് കുറേ. എനിക്ക് ഈ പപ്പീസിൻ്റെ പേരൊന്നും എക്സാക്റ്റ് അറിയത്തില്ല. നമ്മളൊന്ന് ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചീപ്പായിട്ട് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാം കേട്ടോ. പേർഷ്യൻ ക്യാറ്റ്സിൻ്റെ കളക്ഷൻ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ഈ ക്യാറ്റ്സും ഈ പപ്പീസും മാത്രമല്ല, ബേഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. ബേഡ്സും പിന്നെ ഇതിന് റിലേറ്റഡ് ഫുഡ് ഐറ്റംസും പിന്നെ അവരുടെ പാത്രങ്ങള്, കൂടുകള്, അങ്ങനെ ഇതുപോലെ റിലേറ്റഡ് എല്ലാ സംഭവങ്ങളും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. പക്ഷെ സൺഡേസ് ആണെന്ന് മാത്രം. വാങ്ങാനും ഇഷ്ടംപോലെ പേര് ഇവിടെ വരുന്നുണ്ട്. ഇത്ര ഇടയ്ക്കൂടെ ഓട്ടോ ഒക്കെ വരുന്ന നോക്കി. ആകെ ചെറിയൊരു സ്ട്രീറ്റാണ്. അതിൻ്റെ അകത്താണ് 2 സൈഡിലും കച്ചവടക്കാരുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഓട്ടോയും കുത്തിക്കയറ്റി വരുന്നു. ബേഡ്സ് കളക്ഷൻ്റെ ഉണ്ടോ. രണ്ട് കൂട് മാത്രം വിൽക്കുന്നു. കൂടൊക്കെ ചീപ്പാണ് കേട്ടോ. ഞാൻ കൂടിൻ്റെ വില ചോദിച്ചായിരുന്നു. 300 രൂപയുള്ള വുഡനിലുള്ള കൂടിന് മറ്റേ 500-550 രൂപയുള്ളൂ ആ ഇരുമ്പ് കൊണ്ടുള്ള ആ നെറ്റ് കൊണ്ടുള്ള ആ കൂടിന്. ഞാൻ നാട്ടിൽ കഴിയുമ്പോൾ 1600 രൂപയാണ് അത് പറഞ്ഞത്. വെറൈറ്റീസ് ഓഫ് ബേഡ്സ് ഉണ്ട്. ഇതൊക്കെ ഇവർ ആദ്യം നല്ല കത്തി വില പറയും കേട്ടോ. പക്ഷെ നമ്മളൊന്ന് ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങാൻ ഒരു മനസ്സുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിന് പകുതിയാക്കി വില കുറയ്ക്കും. ചേട്ടാ മുയൽ കുഞ്ഞുങ്ങൾ തിന്നുകൊണ്ടിരിക്കുന്നത് കണ്ട. എൻ്റെ അടിയിലത്തെ പക്കുന്നത് എലിക്കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ 2 പാരറ്റ്സ് ഒക്കെ ഉണ്ട്. ചെറിയ ഉണ്ടായ ഒരു 2 കുഞ്ഞു പക്ഷികളെ കണ്ടോ. അതിനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ് കേട്ടോ. ഞാൻ ചോദിച്ചപ്പം അതിന് നമ്മൾ തന്നെ ഫീഡിങ് കൊടുക്കണമെന്ന് പറഞ്ഞു. തന്നെ ഫീഡ് ചെയ്യാറായിട്ടില്ല. ഇവിടെ മത്സ്യത്തിന്റെ ഒരു കളക്ഷൻ ഉണ്ട്. അതിശയിച്ചാണോ, ആമേനെ വരെയാണ് ഇവിടെ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. 2 ആമക്കുഞ്ഞുങ്ങള്. ഇത് ചെറുതാന്ന് പറഞ്ഞ വലിയ ആമ ഉണ്ടെന്ന് പറഞ്ഞോണ്ടോ. വലിയ ആമയുടെ വരെ ഒന്ന് കാണിച്ചു കേട്ടോ. വലിയ ആമേനെ കാണിക്കാം. ഇതുകൊണ്ടാ വലിയ ആമ വരെ എടുത്തുകൊണ്ട് വന്നാണ്. ഒരു കൊഞ്ച് അക്കുറത്തിലേക്ക് ഇടാൻ പറ്റിയ കൊഞ്ച്, എലിക്കുഞ്ഞുങ്ങള്,
എലിക്കുഞ്ഞുങ്ങളൊക്കെ ഓടി നിന്ന് കളിക്കുകയാണ്. പിന്നെ ഇതുണ്ട് എന്തോ ഒരു കോഴിയാണ്, ഏത് ഇനമാണെന്നറിയത്തില്ല. ഈ ബേഡ്സിന്റെ കളക്ഷനാണ് ഇഷ്ടം പോലെ ഉള്ളത് കേട്ടോ. വെറൈറ്റി ഓഫ് ബേഡ്സ് ഉണ്ട് കേട്ടോ. നമുക്ക് വളരെ തുച്ഛമായ പൈസയ്ക്ക് നമുക്ക് വാങ്ങിച്ചുകൊണ്ട് പോകാനും പറ്റും. ആ കാണിച്ചാൽ ജോഡികൾ 300 രൂപയാണ് അവർ പറയുന്നത്. ഇതാണ് മുള്ളൻ എലീനെ കണ്ടോ, മുള്ളുണ്ടെന്നൊക്കെയാണ് അവർ പറയുന്നത്. മുള്ളൻ പന്നീനെ കണ്ടോ, മുള്ളൻ എലീനെ കാണുന്ന ആദ്യമായിട്ടാട്ടാ. ഇതുണ്ട് വേറെ പശുക്കുഞ്ഞുങ്ങളൊക്കെ വെച്ചിരിക്കാൻ വേണ്ടി. ഇതാണ്ട ഞാൻ പറഞ്ഞ പശുക്കൂട്. കാരണം 300 രൂപയുള്ള ഗുഡനുള്ളത്. ഇവിടെ പപ്പിക്കുഞ്ഞിനെ വാങ്ങാൻ വേണ്ടി നിൽക്കുന്നുണ്ട. വാങ്ങാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. അവനെ വാങ്ങിച്ചും തന്നവര്. ലാബൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിന്റെ പേര് കറക്റ്റായിട്ട് അറിയത്തില്ലാത്തതാണ് ഒരു പ്രശ്നം. അടുത്ത പ്രാവശ്യം വരുമ്പോൾ കാറുമായിട്ട് വരണം. അപ്പോഴേ ഉമ്മാരെപ്പോലുള്ള 2-3 വാങ്ങിച്ചോണ്ട് 2-3 ഒരെണ്ണത്തിന് വാങ്ങിച്ചോണ്ട് നാട്ടിൽ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഏതായാലും ഇപ്പോഴും വാങ്ങണമെന്നുണ്ട്, പക്ഷേ കൊണ്ടുപോകാൻ നിർവാഹം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ വാങ്ങാതെ പോകുന്നത്. എന്തായാലും ഈ പൊടും വെയിലും തിവന്മാരെയെല്ലാം കണ്ടിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകണം കേട്ടോ. ഇനി വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാൻ തിരിച്ച് നാട്ടിലോട്ട് പോകും. അപ്രന്റീസ് അവിടെ അടുത്ത ആഴ്ച വരത്തുള്ളൂ പറഞ്ഞു. ഇപ്പം വൈകുന്നേരം നമുക്ക് ട്രിവാൻഡ്രം മേലുണ്ട് 7:45. അതിന് പോകാമെന്ന് വെച്ചു. ഇതാണ് നമ്മുടെ ശത്രുക്കളുടെ കവാടം കേട്ടോ. കവാടമല്ല, സ്റ്റേഡിയം. നമ്മുടെ ചെന്നൈ ഫുട്ബോൾ ടീമിന്റെ ഹോം ഗ്രൗണ്ടാണ് ചെന്നൈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും. ഇതാണ് അവിടുത്തെ കോർപ്പറേഷനാണ്, ചെന്നൈ കോർപ്പറേഷൻ്റെ ഓഫീസാണ് കേട്ടോ ലൈറ്റിൽ കാണുന്നത്. ഈ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവും ഈ കോർപ്പറേഷനും സെൻട്രൽ റെയിൽവേ സ്റ്റേഷനും എല്ലാം അടുത്തടുത്താണ്. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ ഇറങ്ങിയിട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ അകത്തോട്ട് പോകുന്നു. നമ്മുടെയാണ് ട്രിവാൻഡ്രമിലാണ് ഫസ്റ്റ് 9th പ്ലാറ്റ്ഫോമിലാണ് കിടക്കുന്നത്. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വന്നവർക്കറിയാം ഇഷ്ടംപോലെ പ്ലാറ്റ്ഫോം ഉണ്ട് കേട്ടോ. നമ്മുടെ ഇത് 9th പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് 9th പ്ലാറ്റ്ഫോം കേട്ടോ. അതുകൊണ്ട് അധികം നടക്കേണ്ടി വന്നില്ല. നമുക്ക് ഇതെല്ലാം ചെന്ന് നോക്കാതെ കറക്റ്റ് 9 ആണോ. അപ്പോൾ ഇത് 9th പ്ലാറ്റ്ഫോമാണ്. കിടക്കുന്നതായിരിക്കും തിരുവനന്തപുരമേലായിരിക്കണം ഈ കിടക്കുന്നത്. ആ ബോർഡും കൂടെ നോക്കിയേക്കാം. അത് ഈ തിരുവനന്തപുരമായിട്ട് തന്നെയാണ്. നമ്മൾ വന്നിരിക്കുന്നത് S9 ആണ് നമ്മൾ സീറ്റിങ്. അതുകൊണ്ട് നമുക്ക് അധികം നടക്കേണ്ടി വരത്തില്ല എന്ന് തോന്നുന്നു. S9 തൊട്ടടുത്തായിരിക്കണം. അത് തന്നെ S9 ആണിത്. ഇതാണ് നമ്മുടെ കോച്ച്. ട്രെയിൻ ഏതായാലും കറക്റ്റ് സമയത്ത് തന്നെ ഇവിടെ നിന്ന് എടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.